ഹലോ, ഞാൻ ലിപിൻ വി. അപ്പൊ ഞാൻ ഇന്ന് ഫ്ലാസ്ക് എന്ന് പറഞ്ഞ സിനിമ കണ്ടു. അതായത് സൈജു കുറുപ്പ് നായകനായ ഫ്ലാസ്ക് എന്ന് പറഞ്ഞ പടം. പടം ഡയറക്ട് ചെയ്തേക്കുന്ന പറഞ്ഞാൽ രാഹുൽ രിജി നായർ എന്ന് പറഞ്ഞ ഒരാളാണ് പടം ഡയറക്ട് ചെയ്തത്. പിന്നെ സൈജു കുറുപ്പാണ് പടത്തിലെ കേന്ദ്ര കഥാപാത്രം. അതായത് നായകനായിട്ട് ഷൈജു കുറുപ്പാണ്. സൈജു കുറുപ്പ് ഇപ്പൊ കടങ്കേറി സ്റ്റാർ എന്നുള്ള ലെവലിൽ നിന്ന് മാറിയുള്ള ഒരു സിനിമ. അതാണ് പുള്ളി ഇപ്പൊ ഫ്ലാസ്കിൽ അഭിനയിച്ചിരുന്നത്. പിന്നെ പടത്തില് സുരേഷ് കൃഷ്ണ നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സീനിയർ അഡ്വക്കേറ്റ് ജഡ്ജിയായിട്ട് സൈജു കുറുപ്പ് വേഷിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതൻ ഇതിൽ കലക്കിണ്ട് കേട്ടോ. അത് സെക്കൻഡ് ഹാഫ് മൊത്തം സിദ്ധാർത്ഥ് ഭരതന്റെ കയ്യിലാണ്. സിദ്ധാർത്ഥ് ഭരതനാണ് അതിൽ സെക്കൻഡ് ഹാഫിൽ മൊത്തം വേണ്ടത്. ഫസ്റ്റ് ഹാഫിലൊന്നും പുള്ളിയുടെ ഇത് കാണാനില്ല, കണ്ടില്ല. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. പിന്നെ നായികയായിട്ട് അശ്വതി ശ്രീനാഥ്, അതായത് മറ്റേ അയ്യോ ഏതാ കോമഡി സ്റ്റാർസോ അങ്ങനെ കണ്ടൊരു പരിപാടി ആദ്യം ആയിട്ട് ഹോസ്റ്റ് ചെയ്ത ആ ലേഡി. പടം എന്ന് പറഞ്ഞാൽ ഒരു കോമഡി എന്നാണ് ബുക്ക് മൈഷോയിലൊക്കെ. പക്ഷെ കോമഡി ഒന്നും അധികം ഫസ്റ്റ് ഹാഫ് എനിക്ക് കോമഡി അത്ര തോന്നിയില്ല. കാരണം അല്ല ഇതിലും കടം കയറി സ്റ്റാർ എന്ന് തന്നെ പറയാം. കടം കയറിയാണ് പുള്ളി ഇങ്ങനെ മറ്റേ പോലീസ് ഉദ്യോഗം വാങ്ങുന്നത്. അത് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. അതായത് കുഴപ്പമില്ലെന്നല്ല, നല്ല രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതില് ക്യാരക്ടേഴ്സിന്റെ പേര് എനിക്ക് ശരിക്കും പേരെനിക്ക് അറിയില്ല. എന്തായാലും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ മൊത്തം ഈ കാടിന്റെ ഫോറസ്റ്റിന്റെ ഉള്ളിലാവുമ്പോ നല്ല നല്ല രസമായിട്ടുള്ള ക്യാമറ ഫ്രെയിംസ് ഒക്കെ നമുക്ക് അതിൽ കാണാം. പിന്നെ BGM ഈ പടത്തിലും കുഴപ്പമില്ല. ഈ പടത്തിന് BGM അത്ര ആവശ്യമില്ല. പക്ഷെ ഇതിലൊരു പാട്ട് വന്നിട്ടുണ്ട്. ആ പാട്ടൊക്കെ നല്ല രസമായിരുന്നു. തിയേറ്ററിൽ തന്നെ കാണാവുന്ന സംഭവമുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു വെടിവെപ്പ് ഒക്കെ ഉണ്ട്. അതായത് സിദ്ധാർത്ഥ ഭരതന്റെ ഒക്കെ ഒരു വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തിയേറ്ററിൽ തന്നെ മറ്റേ സൗണ്ടിൽ കേൾക്കുമ്പോൾ തന്നെ നല്ല നല്ല മറ്റേ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വെടിവെപ്പിന്റെ സമയത്തൊക്കെ. പടം എന്തുകൊണ്ടും ഒരു തിയേറ്റർ വാച്ചബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലാഗടിച്ചല്ല പടത്തിന്. പക്ഷെ കുറച്ച് സ്ലോ ആണെങ്കിൽ ലാഗടിച്ചിട്ടില്ല എനിക്ക് പടത്തിൽ. എനിക്ക് അങ്ങനെ തോന്നിക്കണം. സെക്കൻഡ് ഹാഫ് ഒക്കെ ഈ പറഞ്ഞോണം സൈജു കുറുപ്പിന്റെ കോമഡി കാര്യങ്ങളൊക്കെ രസമായിട്ട് തോന്നുന്നുണ്ട്. സൈജു കുറുപ്പ് മാത്രമല്ല, മറ്റേ അയ്യോ പുള്ളിയുടെ പേര് സുരേഷ് കൃഷ്ണ ഇതിലൊരു സീനിയർ ജഡ്ജി ആയിട്ടാ. പക്ഷെ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ പുള്ളി ഒരു സാധാരണക്കാരനാവണ രീതിയാണ് ഇതില് പറയുന്നത്, ഈ പടത്തില് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തില് വേറെ പടത്തില് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നും ഇല്ല. കാരണം ഇത്രയും പേരൊക്കെ തന്നെയാണ് പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. കഥ വെച്ച് നോക്കുമ്പോ കഥ എന്തിട്ടാ, അതായത് ഒരാള് പോലീസ് ജോലി വാങ്ങണു, പിന്നെ അതിൽ നിന്ന് മാറി വേറൊരു ജോലിക്ക് പോകണു. അതൊക്കെയാണ് പടത്തിന്റെ ഒരു കഥ എന്ന് പറഞ്ഞത്. എന്തായാലും തിയേറ്ററിൽ കാണേണ്ടവർക്ക് കാണാം. കാരണം മടുപ്പിക്കില്ല. എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. മടുപ്പിച്ചില്ല, പടം മടുപ്പിച്ചല്ല. അതായത് കുറച്ച് സ്ലോ പേസ് ആണെങ്കിലും നമുക്ക് ലാഗ് അടിക്കാണ്ടിരുന്ന് കാണാം. സെക്കൻഡ് ഹാഫിലെ സൈജു കുറുപ്പിന്റെ ഒക്കെ കോമഡി അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. വേറെ ഒന്നും ഇതില് പറയാനില്ല. അതാണ് മെയിൻ കാര്യം. പിന്നെ ഇതിലൊരു എനിക്ക് അവരുടെ പുതിയ ആൾക്കാരാണെന്ന് അറിഞ്ഞൂടാ. കാരണം ഈ ജഡ്ജിയുടെ മറ്റേ ഡ്രൈവറൊക്കെ ആയിട്ട് കുറേ വരുന്നു. പുള്ളിയൊക്കെ നല്ല രസമായിട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പുതിയ ആളാന്ന് തോന്നുന്നു. കാരണം ഞാൻ വേറെ പടത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാത്താണെന്ന് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും നല്ല രസമുണ്ട്. എന്തായാലും കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ ഈ പടത്തിന്റെ ക്യാമറ വർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ സെക്കൻഡ് ഹാഫിലൊക്കെ മറ്റേ കാട് ഫോറസ്റ്റ് ഒക്കെ വരുമ്പോ ക്യാമറ വർക്ക് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഫസ്റ്റ് ഹാഫില് ഒരു സംഭവം നടക്കും. ആ സംഭവത്തിന്റെ ഒക്കെ ക്യാമറ ചെയ്തിരുന്നില്ലേ, കിഡിലെ സംഭവം എന്ന് പറയാൻ കിഡിലെ. എന്തായാലും തിയേറ്ററിൽ കാണേണ്ടവർക്ക് കാണാം. ബോറടിപ്പിക്കില്ല, നിരാശപ്പെടുത്തില്ല. സൈജു കുറുപ്പിന്റെ പെർഫോമൻസ് തന്നെയാണ് പടത്തിൽ എടുത്തു നിൽക്കുന്നത്. കാരണം ഒരു മുഴുനീള ക്യാരക്ടറാണ് പുള്ളി അത് ചെയ്തത്. എന്തായാലും കണ്ടുപോക്ക്.